ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വന്തത്തോട് ഉൾപ്പോര് വെക്കുന്ന ആളുകളുണ്ട്. അതേറ്റവും അധികം ബാധിക്കുക അവരെ തന്നെയാണ്. ഇന്ന ശൈത്താന ലക്കും അദൂൻ ഫത്തഖിദൂഹു അദുവ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അവൻ തൻ്റെ സംഘത്തെ ക്ഷണിക്കുന്നത് അവരെ നരകത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഏതൊരു സ്ത്രീയും അടിസ്ഥാനമായി ചിലതെല്ലാം അവകാശപ്പെടും, അല്ലെങ്കിൽ ഉള്ളിൽ ആഗ്രഹിക്കും. അനുമോദിക്കപ്പെടാനും ആദരിക്കപ്പെടാനും കുടുംബാംഗങ്ങളാൽ സ്നേഹിക്കപ്പെടാനും വിജയകരമായ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ തൻ്റെ ചിന്താഗതികൾ എത്തരത്തിലുള്ളതാണെന്ന് സ്വന്തം മനസ്സിലാക്കണം. അത് നല്ലതായാലും അല്ലെങ്കിലും സ്വയം വിശകലനം ചെയ്താൽ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. തൻ്റെ കുടുംബാന്തരീക്ഷം സ്വന്തം ജീവിതവും സമാധാനത്തിലായിരിക്കാൻ ഒട്ടുമിക്ക അമ്മായിയുമ്മമാരും തൻ്റെ മരുമക്കളോട് ഏറ്റവും നന്നായി പെരുമാറാൻ യത്നിക്കുന്നവരാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. ഒരു ശത്രു സദാ കൂടെ ഉണ്ടാകുന്നതാണ് അതിന് കാരണം. ശൈത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അവൻ നമ്മുടെ മേൽ തിന്മ കൽപ്പിക്കുന്നു. ആ കാര്യത്തിൽ സദാ ജാഗ്രതയിലാണ് പിശാച്. അവൻ്റെ ദുർബോധനങ്ങളിലെ ഏറ്റവും വലിയ ആയുധമാണ് അവന് ഇന്ന ശൈത്താന ലക്കും അദൂൻ ഫത്തഖിദൂഹു അദുവ. നിശ്ചയമായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അമ്മായി ഉമ്മ മരുമകൾ ബന്ധത്തിലെ ദുർബലതകളിൽ ശൈത്താൻ്റെ ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ട ഒരു അമ്മായി ഉമ്മ മരുമകളെക്കുറിച്ച് താഴെ പറയുന്ന രീതിയിൽ ചിന്തിച്ചു പോയേക്കാം. 1. വിവാഹത്തിന് ശേഷം എൻ്റെ മകൻ ഒരുപാട് മാറിപ്പോയി. അവൻ അവൾക്ക് എപ്പോഴും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവർക്കായി കുറേയധികം പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. എനിക്ക് നൽകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സമ്മാനങ്ങൾ അവൾക്ക് നൽകുന്നു. അവൻ സദാസമയവും അവളോടൊത്ത് സമയം ചെലവഴിക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ സ്വന്തം വീടിനെയും വീട്ടുകാരെയും ഓർത്ത് വികാരഭരിതരാകുന്നു. ഞാനാണ് പാചകമൊക്കെ ചെയ്യുന്നത്. പ്രശംസ അവൾക്കും. അവൾക്ക് ഒന്നിനും ഒരു ചിട്ടയുമില്ല. എന്നോട് പറയാതെ അവൾ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നു. അവൾ അവളുടെ ഉമ്മയെ വിളിച്ച് ഇവിടുത്തെ കുറവുകൾ അറിയിക്കുന്നു. അവളുടെ ഉമ്മയെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും തൻ്റെ മകനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നു. പുറത്തുനിന്നും ഭക്ഷണം വരുത്തി കഴിക്കുന്നു. അതാണ് അവർക്കിഷ്ടം. വിരുന്നുകാരോട് ആതിഥ്യ മര്യാദ പുലർത്താൻ അവൾക്കറിയില്ല. അവൾ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കുകയാണ്. വീട്ടിലിരിക്കില്ല. ദിവസം മുഴുവനും സ്വന്തം മുറിയിൽ തന്നെ അവളിരിക്കും. മകൻ വരാറാകുമ്പോൾ മാത്രമേ പുറത്തു വരികയുള്ളൂ. അവൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഒന്നും എനിക്ക് കാണിച്ചു തരില്ല. എൻ്റെ മകനാണെങ്കിൽ അവളോടൊരു കർക്കശ്യവും കാണിക്കില്ല. അവൾക്ക് വേണ്ടി എന്നോട് പൊരുതാൻ വരും. തൻ്റെ മകൻ വിവാഹം ചെയ്യേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഇത്തരത്തിൽ പോകുന്നു പിശാചിൻ്റെ ദുർബോധനങ്ങൾ. ഇവ ദുർബോധനങ്ങളാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. സസൂക്ഷ്മമായാണ് ശൈത്താൻ ഈ കാര്യങ്ങൾ നീക്കുക. മിക്ക ഗ്രഹങ്ങളിലും ശൈത്താൻ അമ്മായി ഉമ്മയിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുർബോധനങ്ങൾ നടത്തുന്നു. ഇതിലെ സങ്കടകരമായ വസ്തുത ഒരമ്മായി ഉമ്മയും തൻ്റെ ഗൃഹത്തിൻ്റെ സ്വസ്ഥത കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും തൻ്റെ കുടുംബ ബദ്ധതയെ ആഗ്രഹിക്കുന്നത്. അമ്മായി ഉമ്മമാർ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്നൊക്കെ ശൈത്താൻ്റെ വലയിൽ അവർ അറിയാതെ കുടുങ്ങിപ്പോകുന്നു. അവൻ്റെ ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ട് മരുമകളെ മോശമായി വിലയിരുത്തുന്നു. അതിലോലമായ ഈ ബന്ധത്തിൽ ശൈത്താൻ ഒരു മാത്സര്യബോധം സൃഷ്ടിക്കുന്നു. ഇരുവരും സ്നേഹിക്കുന്നത് ഒരേ വ്യക്തിയെ തന്നെയാണെന്ന വസ്തുതയിൽ ഉരുത്തിരിയേണ്ട ശക്തമായ ഒരു ബന്ധത്തെ അമ്മായി ഉമ്മ നിസ്സാരവൽക്കരിക്കുന്നു. ഇത്തരം ദുർബോധനങ്ങൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും പ്രത്യേകിച്ച് മരുമകളെം പ്രശ്നത്തിലാക്കുന്നു. കടുത്ത മാനസിക പിരിമുറുക്കത്തിൽ രണ്ടുപേരും പെട്ടുപോകുന്നു. മകനും മരുമകളും ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അമ്മായി ഉമ്മ ഏകാന്തതയും വിരസതയും അനുഭവിക്കുന്നു.
ബന്ധങ്ങൾ ദുർബലമാകാൻ അധിക സമയമൊന്നും ആവശ്യമില്ല. പിശാചിൻ്റെ ഈ ദുർബോധനങ്ങൾ നിമിത്തം ഇത് വളരെ എളുപ്പത്തിൽ ദുർബലപ്പെട്ടു പോകും. അതിനാൽ ബന്ധങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിശാചിൻ്റെ ദുർബോധനങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ ശീലിക്കണം. വിവേകബുദ്ധിയോടെ അവയെ കൈകാര്യം ചെയ്യാൻ അമ്മായിയുമ്മക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ മരുമകളുമായി ഒരു സുദൃഢ ബന്ധം സാധ്യമാകൂ. അതിനാൽ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുന്നു. 1. താൻ പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടു പോകുന്നത് തിരിച്ചറിയുവാൻ അമ്മായിയുമ്മക്ക് സാധിക്കണം. മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് പിശാച്. അവൻ്റെ ബോധനങ്ങൾ തന്നെ ഏറ്റവും നന്നായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തിരിച്ചു കളയും എന്ന് മനസ്സിലാക്കണം. ഈ ദുർബോധനങ്ങൾ തൻ്റെ ഇഹവും പരവും നഷ്ടപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. 2. കാര്യം, പിശാചാണ് തൻ്റെ ചിന്തകളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയുടെയും ഈമാനിൽ ഉലച്ചിലുണ്ടാക്കലാണ് അവൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. അതിനാൽ ഇത്തരം ദുർബോധനങ്ങൾ കുടുംബ സമാധാനം മാത്രമല്ല ഇല്ലാതാക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ തലത്തിലും ഇത് വിള്ളലുകൾ സൃഷ്ടിക്കും. ദഹേച്ഛകൾക്കും സംശയരോഗത്തിനും അടിമപ്പെട്ടു പോകാൻ ഉതകുന്നതാണ് പിശാചിൻ്റെ ദുർബോധനങ്ങൾ. ജീവിതത്തിൻ്റെ സ്വതവേയുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നില അത് തകർക്കുന്നു. 3. കാര്യം, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അകന്ന് ഇത്തരം ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ ബന്ധങ്ങൾ നിലനിർത്തൽ പ്രയാസപ്പെട്ടു പോവുകയും ജീവിതം ഭാരിച്ചതായി തോന്നുകയും ചെയ്യും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നു, അള്ളാഹുവിനെ വിസ്മരിച്ച് കളയുന്നതും ഖുർആൻ പാരായണം ശീലമാക്കാത്തതും പിശാചിന് തൻ്റെ മേൽ ആധിപത്യം ഒരുക്കുന്നതിന് തുല്യമായിരിക്കും. 4. കാര്യം, സൽക്കർമ്മങ്ങളിൽ സദാ വ്യാപൃതരായിക്കൊണ്ട് അമ്മായിയുമ്മ തൻ്റെ സ്വയം അലസതയിൽ നിന്ന് സംരക്ഷിക്കണം. അലസത എന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ദോഷം വരുത്തുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ്. നല്ല ചിന്തകൾ കൊണ്ടും നല്ല കാര്യങ്ങൾ കൊണ്ടും സ്വന്തം ജീവിതത്തെ ആരോഗ്യകരമാം വിധം കാക്കണം. ഇല്ലെങ്കിൽ ആത്മാവ് ദുർബലമായി അശുദ്ധ ചിന്തകൾ കടിമപ്പെട്ട് മരുമകളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. 5. കാര്യം, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന സദ്വൃത്തരായ സ്ത്രീകളുമായി സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുക. അവർ ദീനിനെ സ്നേഹിക്കുന്നവരും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരും ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുമായിരിക്കണം. അള്ളാഹുവിൻ്റെ പേരിലുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത്തരത്തിലുള്ളവർ നമ്മുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരസ്പരം സ്നേഹവും ക്ഷേമവും പരിപോഷിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ പുണ്യഫലങ്ങളിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുവാനുള്ള ദിശാബോധം നൽകുകയും ചെയ്യും. ഇത് അമ്മായിയുമ്മക്ക് മരുമകളെക്കുറിച്ചുള്ള അശുഭചിന്തകളിൽ നിന്നും മുക്തി നൽകുകയും ചെയ്യും. 6. കാര്യം, ഓരോ അമ്മായിയുമ്മയും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസുണ്ട്. ശൈത്താൻ്റെ വിക്രിയകളിലേക്ക് അത് വെളിച്ചം വീശുന്നു. ഭാര്യഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള ദുർബോധനങ്ങൾ അവർ ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്തുത ഹദീസ്. ഇതിനെക്കുറിച്ചുള്ള അവബോധം അമ്മായിയുമ്മക്ക് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുവാനും മക്കളുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രചോദനം നൽകപ്പെടും. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ലീസ് തൻ്റെ സിംഹാസനത്തിൽ ജലത്തിന്മേൽ സ്ഥാപിക്കുന്നു. തുടർന്ന് അവൻ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിനായി കള്ളങ്ങൾ ഒരുക്കുന്നു. ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും കുപ്രസിദ്ധരായവരാണ് അവനോട് ഏറ്റവും അടുത്തവർ. അവരിലൊരാൾ പറയുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇബ്ലീസ് പറയും, നീ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരിൽ ഒരാൾ പറയുന്നു, ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ വിത്ത് വിതക്കുന്നത് ഞാൻ അവിടം വിട്ടില്ല. ഇബ്ലീസ് അവൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, നീ നന്നായി പ്രയത്നിച്ചു, കാര്യങ്ങൾ നടത്തി, എന്നിട്ട് അവൻ ആലിംഗനം ചെയ്തു. പിശാചിൻ്റെ ദുർബോധനങ്ങളെ തടുക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില മാർഗദർശനങ്ങളുണ്ട്. 1. ഇത്തരം ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുക. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുക. സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ നാഥനിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാചിനൊട്ടും സ്വാധീനമില്ല. പിശാചിനെ രക്ഷാധികാരിയാക്കുകയും അവൻ്റെ പ്രേരണ മൂലം അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നവരുടെ മേൽ മാത്രമാണ് അവന് സ്വാധീനമുള്ളത്.
രണ്ടാമത്തെ കാര്യം, പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് തടുക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ച രണ്ടാമത്തെ കാര്യം, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ നിർബന്ധമായി പതിവാക്കണം. ഇബ്നു ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ പിശാചിനെ അടിച്ചമർത്തുന്നു, അത് അവനെ ഞെരുക്കുന്നു, അത് അവൻ്റെ മേൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ കാരണങ്ങളാൽ ഒരു വിശ്വാസിയുടെ കൂടെ പിശാച് എന്നും ദുർബലനായിരിക്കും. മൂന്നാമത്തെ കാര്യം, ദിനേനയുള്ള ഖുർആൻ പാരായണത്തിൽ വീഴ്ച വരുത്താതിരിക്കുക. ഹൃദയത്തിലുള്ളതിനെ പരിഹരിക്കുവാനും ദേഹേച്ഛകളെ തടുക്കുവാനും പിശാചിൻ്റെ ദുർബോധനങ്ങളെ അകറ്റുവാനും ഖുർആൻ പാരായണം വളരെ ഫലപ്രദമാണ്. നാലാമത്തെ കാര്യം, പൈശാചിക ദുർബോധനങ്ങൾ എപ്പോഴും ഉടലെടുക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കുറയുമ്പോഴും യാതൊരു സത്കാര്യത്തിലും മുഴുകാതെ വെറുതെ ഇരിക്കുമ്പോഴുമാണ്. ഓരോ നിമിഷവും അള്ളാഹുവിനെ സ്മരിക്കുക. ശത്രുവിനെയും അവൻ്റെ ദുർബോധനങ്ങളെയും തടുക്കാൻ അള്ളാഹുവിൻ്റെ സഹായം തേടുക. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഖുർആനിൽ തന്നെ പ്രാർത്ഥനകളുണ്ട്. പറയുക, എൻ്റെ നാഥ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. എൻ്റെ നാഥ, പിശാചുക്കൾ എൻ്റെ അടുത്ത് വരുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. അവനെ കൽപ്പനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുക. സമാധാനത്തിനും രക്ഷയ്ക്കും ഇതുതന്നെയാണ് ഏക പ്രതിവിധി. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സദാ അള്ളാഹുവിനോട് സഹായം തേടുക. ആറാമത്തെ കാര്യം, സ്വന്തം ഭവനത്തെ അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക. നമസ്കാരത്തിൽ ഏർപ്പെടാനും പതിവായി ഖുർആൻ പാരായണം ചെയ്യാനും കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുക. നിരന്തരം അള്ളാഹുവിൻ്റെ സ്മരണ കുടുംബാംഗങ്ങളിൽ നിലനിർത്തുക. ഇത് അമ്മായിയും മരുമകൾ ബന്ധത്തെ ശക്തവും ഊഷ്മളവുമാക്കും. കാരണം അവർ പരസ്പരം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. ഏഴാമത്തെ കാര്യം, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം ചെയ്തുകൊണ്ട് ശൈത്താനെ വീട്ടിൽ നിന്നും അകറ്റുക. വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു, അവനെ കൂടാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് പറയുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർ ഈ ദുആ ചെയ്യുന്നുവോ അവനോട് പറയപ്പെടും, നീ സന്മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശൈത്താൻ അവനെ വിട്ടു മാറിക്കളയുകയും ചെയ്യും. എട്ടാമത്തെ കാര്യം, പിശാചുക്കളെയെല്ലാം തുരത്താൻ സൂറത്തുൽ ബഖറ സ്വന്തം ഗൃഹത്തിൽ പതിവായി പാരായണം ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ഖറഅ ബിഇത്നൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത്താഹു. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അത് അദ്ദേഹത്തിന് മതിയാകുന്നതാണ്. വിശ്വാസവും പ്രവർത്തനവും രണ്ടും സുസ്ഥിരമായ ഒരു ജീവിത രീതിക്ക് ആവശ്യമാണ്. ഇസ്ലാം ഇവ രണ്ടും തുല്യമായ അളവിൽ പ്രദാനം ചെയ്യുന്നു. എല്ലാവിധ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും യഥാർത്ഥ ദിശാബോധം നൽകുന്നു. കാര്യങ്ങളെ പ്രായോഗികമായ രീതിയിൽ അവലംബിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇസ്ലാം നമ്മെ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ആത്മീയവും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ആരാധനാ കർമ്മങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇസ്ലാം സുരക്ഷയാണ്. അതിൻ്റെ ഓരോ നിയമവും പാലിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.